സ്വന്തം ജീവിതത്തിന്റെ ഭാഗങ്ങളെക്കുറിച്ച് ഒരു കഥയാണ് ഓർമ്മക്കുറിപ്പ്. ഓർമ്മക്കുറിപ്പുകളിൽ സാധാരണയായി എഴുത്തുകാരന്റെ ചിന്തകളും വികാരങ്ങളും അനുഭവങ്ങളും പ്രതിഫലിക്കുന്നു. വസ്തുതകൾക്കൊപ്പം എഴുത്തുകാരന്റെ സർഗാത്മകതയും പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഓർമ്മക്കുറിപ്പുകൾ. അത്തരമൊരു ഓർമ്മക്കുറിപ്പിന്റെ ശബ്ദാവിഷ്കാരമാണിവിടെ. രചന ഷാബിന ചോയ്ക്കുന്നത്ത്, ശബ്ദം ആതിര ലതേഷ്. ഉമ്മച്ചി. ചിരിക്കുമ്പോൾ ഉമ്മച്ചിയുടെ രണ്ട് കണ്ണുകളും ഇറുങ്ങി കവിളൊക്കെ തുടുത്ത് ഒരു ശേല് തന്നെ. കാച്ചിമുണ്ട് അവിടുന്ന് തുടങ്ങണം. മലബാറിലെ മാപ്പിള കുടുംബങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ ഉടുക്കുന്ന തുണിക്ക് പറയുന്ന പേരാണ് കാച്ചിമുണ്ട് എന്ന്. ഉമ്മച്ചിയെ കുറിച്ചൊന്നും ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. എന്നിരുന്നാലും എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ആ വലിയ രൂപം, കാച്ചിമുണ്ട്, കൈനീളം കുപ്പായം, മുടിയൊക്കെ മറച്ചുകൊണ്ടുള്ള തട്ടം, പിരിയൻ സ്വർണമാല, കാതുകളിൽ അലുക്കത്ത്, വായിൽ മുറുക്കാൻ, നല്ല ഗോതമ്പിന്റെ നിറം. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബോൾഡായ സ്ത്രീ. ഉമ്മച്ചി ശരിക്കും ആ വീടിന്റെ ഭരണാധികാരി തന്നെ. ഒരുപാട് മക്കൾ, മരുമക്കൾ, പുതിയരമ്മ, എയിലാണ്ടി, അശോട്ടൻ, ശ്യാമള, കണ്ണൻ, കുയിലടക്കൽ ദേവി, പൊടിവറുക്കാൻ വരുന്ന റുക്കിയത്ത, എല്ലാരും ഉമ്മച്ചിയുടെ ആൾക്കാർ തന്നെ. ആരൊക്കെ ഉണ്ടായാലും ഉമ്മച്ചിയുടെ പണികൾ ഉമ്മച്ചിക്ക് തന്നെ ചെയ്യണം. രാവിലെ ഉമ്മച്ചി അടുക്കളയിൽ അടുപ്പത്ത് വലിയ പത്തിരിക്കല്ലിൽ പത്തിരി ചുടുന്നുണ്ടാവും. പുതിയരമ്മ മുറ്റമടിച്ചു വാരുന്നുണ്ടാവും. മുറ്റത്തെ കവുങ്ങിന്റെ ചോട്ടിൽ വാപ്പച്ചി അടയ്ക്ക വെറുക്കാൻ പോയിട്ടുണ്ടാവും. രാവിലെ വാപ്പച്ചി അങ്ങനാ, വെള്ള ഷർട്ടും മുണ്ടും. എന്തൊരു തേജസ്സായിരുന്നു. എന്താണെന്നറിയില്ല, ചോയ്ക്കുന്നത്തെ എല്ലാവരുടെയും തലയ്ക്ക് വലിപ്പം ജാസ്തിയായിരുന്നു. എന്തുകൊണ്ടും ചോയ്ക്കുന്നത്തുള്ളോർ വ്യത്യസ്തരാവുന്നതും അതുകൊണ്ട് തന്നെ. ഇടത് കൈ പിറകിലോട്ട് വെച്ച് മുണ്ടിന്റെ വക്കും പിടിച്ചൊരു നടത്തമാണ്. മുന്നിൽ കാണുന്നത് വലിപ്പ ചെറുപ്പം നോക്കാതെ വാത്സല്യത്തോടെ ഒരു ചിരിയും ഉണ്ടാവും ഒപ്പം. വാപ്പച്ചിയും ഉമ്മച്ചിയും അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞാൽ മാരക വേഷം തന്നെ. പത്രവായന, നിസ്കാരം, റമളാൻ നോമ്പ് എല്ലാം മുറ പോലെ. നോമ്പുകാലത്തെ കുറിച്ച് പറയാണേൽ ഉമ്മച്ചി ഉണ്ടാക്കണ ഒരു പൂളക്കറിയും പത്തിരിയും, ഇഞ്ച അമ്മോ, ഓർക്കുമ്പോ തന്നെ വായിൽ കപ്പലോടും. ഇപ്പൊ വാപ്പച്ചിയില്ല, ഏലാണ്ടിച്ചനും പുതിയരമ്മയും ഇല്ല. അശോട്ടൻ കിടപ്പിലായി, ദേവിയും. ചോയ്ക്കുന്നത്തെ വൈകുന്നേരങ്ങളിൽ കിണറ്റിൻകരയിൽ വർത്താനം പറയാൻ ആരുമില്ലാണ്ടായി. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ആ നല്ല ഓർമ്മകളിലൂടെ ഉമ്മച്ചി ഇപ്പോഴും പ്രായാധിക്യത്തിൽ മക്കളോടൊപ്പം.